ഗൈസ് പറയട്ടെ. പറ. ഹലോ ഗൈസ്, ഞങ്ങള് പോവാണ് സായി ചേച്ചിയുടെ വീട്ടില് നിക്കാൻ. പപ്പ വന്ന് വിളിക്കാൻ. ടാറ്റ പറ. ചുമച്ചിക്കൊക്കെ ഉമ്മ എടുത്തിട്ട് വാ. ടാറ്റ. ഉപ്പായിക്ക് ഉമ്മോട് ഉമ്മോട്. ഞങ്ങൾ പോട്ടെ, സായിയെ വിളിക്കണം. 2 ദിവസം ഞങ്ങള് സായി എടുത്ത് പോവാന്നോ? അപ്പൂപ്പായെ കാണണ്ടായോ? അപ്പൂപ്പായ 2 ദിവസം കാണണ്ടായോ? ആര് പറഞ്ഞേ? അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. മിന്നാണ്ട് എല്ലാം എടുത്ത് ഞങ്ങള് അതെങ്കില് ഗോകുലേട്ടൻ്റെ അവിടെ ചൂനാട്ടോട്ട് വല്യമ്മ എടുത്തോട്ട് പോവാണേ. 2 ദിവസം ഇപ്പൊ പോവാ വിളിക്കാൻ. പോയിട്ട് വരാ. പപ്പ വീട്ടിൽ പോയിട്ട് വരാ. പോകുന്ന വഴി ദേ സായിയുടെ ബസ് കണ്ട്. ഇപ്പൊ ഗോകുലേട്ടൻ ദേ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ആളങ്ങ് സർപ്രൈസ് ആവും. ഇന്നലെ എനിക്ക് കുറെ മെസ്സേജ് ഒക്കെ അയച്ച്. സായി നീ കൊണ്ടുവാ. സർപ്രൈസ് ആയോ? ഹലോ ഗൈസ് പറ. സ്കൂളിൽ പോയിട്ട് വരുവാന്ന് പറ. ചിരി കണ്ടില്ല. പിടിച്ചിരുന്നോ? ഭയങ്കര ചിരിയാ. ആരാ? മമ്മി എടുത്തില്ലേ? എന്റെ മമ്മി എടുത്തില്ലേ? ചെല്ല് ഇറങ്ങ. വേണം. ഇന്നലെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു. ഞാൻ മീനൂട്ടിയോട് പിണങ്ങത്തില്ല, സോറി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച്. ചെല്ല്. സഹിച്ചെടുത്തല്ലേ മീനൂട്ടിക്ക്. ഇനി കുറച്ചു നേരത്തേക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളാ. പഠിപ്പിച്ചോ? സ്കൂളിലെ കഥകളും കാര്യങ്ങളും ഉണ്ടോ? പാട്ടൊക്കെ പഠിപ്പിച്ചോ?
മടിയല്ലേ ഫുള്ള് പഠിച്ചല്ലോ. ഇത് കഴിയുമ്പോ വീട്ടിൽ പോവാലോ. എൻ്റെ ഇവിടെ ഒരാളെ സൈക്കിൾ ഇടിച്ച് ആക്സിഡന്റ്. ആണ്ട് ഇവിടെ ഒരു ബബുലു ഉണ്ട്. ബബുലു ഓണ്ട് അവനും ഒരു കൂസലും ഇല്ല. അയ്യോ ഇടിക്കും മോനെ, നോവൂടാ. ആ പോട്ടെ. തകർത്ത് കളി. ഇതേ ഇവനും ആള് മോശക്കാരനല്ലോ, ഓട്ടമാ. ഓടിതേ ചെടിച്ചട്ടി എല്ലാം മറിച്ചിട്ട് ഇതൊക്കെയാ പരിപാടി. ബബുലുവേ ഓണ്ട ആരാ വന്നേ? ഇതോ ആരാ വന്നേ? അയ്യോ എന്റെ അച്ഛാ വന്നേ. ഇപ്പൊ ഞാൻ ജീവൻ വീണ്. നിക്ക് ഇത് നോക്കു മോനെ. അനങ്ങാതിരുന്ന ആളാണോ അവിടെ അച്ഛനെ വന്നപ്പോഴാ? ഓ ഏതൊക്കെ പിടിക്കും. ആണ്ട് വരുത്തി ജെല്ലിമുട്ടായി മേടിച്ചതാ. മീനുട്ടിക്ക് ഇഷ്ടമല്ല. സായിക്ക് കൊടു, സായി ചേച്ചിക്ക് കൊടുക്കാൻ പറ. അത് മതി. സായിക്ക് ആ ജീരക മുട്ടായി ഐസ്ക്രീം. ആ ഓക്കെ. ഇത് കൈ നിറച്ച സാധനം. എന്തുവാ നോക്കി കാണിച്ചേ, കാണിച്ചേ എന്തുവാന്ന് കാണിച്ചേ. ജീരക മുട്ടായി. ആ അവക്ക് ജീരക മുട്ടായി മതി. ഹലോ, അപ്പൊ നമ്മള് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പുറത്തോട്ട് പോവാണേ. വല്യച്ഛന് വന്നിട്ടുണ്ട്. കടയൊക്കെ അടച്ചിട്ട് വല്യച്ഛനും വല്യമ്മയും വന്ന് നമ്മളിതേ പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും ചൈത്രേശി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. സായി ഉറങ്ങി. അയ്യോ പൗലേട്ടനെന്തേ നമുക്ക് വെള്ളോട്ട് ഇറങ്ങിയിട്ട് വെക്കാം. പൗലേട്ടനും വിനുവേട്ടനും ഒക്കെ വെള്ളുണ്ട്. എന്തേ പൗലേട്ടൻ എന്തേ അവിടെ ഉണ്ട്. കേറ്. ഓ പാട്ട് വിട്ട് കേറ്. ഞാനും കേറ്. അമ്മ കേറുവാ. അമ്മ കേറാടാ. അപ്പൊ ഓക്കെ, എവിടോട്ടാ ലൊക്കേഷൻ ഒന്നും അറിയത്തില്ല. ഞങ്ങള് പോയി എത്തിപ്പെട്ടിട്ട് നമുക്ക് കാണാം. അതിന്റെ ഇതുണ്ട് ഫുൾ. അയ്യോ വാ, ഞങ്ങളെത്തി. അയ്യോ പോങ്ങോട്ടെ, കയറിയിരിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ഭാരത് കഫേയിലാണേ. നമ്മുടെ കൊറ്റുകുളങ്ങര അവിടെയുള്ള, കരുനാഗപ്പള്ളി അല്ല കൊറ്റുകുളങ്ങരയിൽ. അപ്പം എന്താ പറയുന്നത്, ഫുഡ് കാണുമോ അല്ലെ ക്ലോസ് ആവുമോ എന്നുള്ളൊരു ഇതിലാണ് വന്നത്. നമ്മൾ നല്ല ലേറ്റായിട്ടായിരുന്നേ വന്നത്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ എത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ഇതേ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. സൂപ്പ്, ലോലിപോപ്പ്, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ, അങ്ങനെ ഇതിത്രയാണ് സ്റ്റാർട്ടറിൻ്റെ ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, സ്വീറ്റ് കോണ് ഭയങ്കര ഇഷ്ടമാണ് മീനുട്ടിക്ക്. മീനുട്ടി എന്താ പറയുന്നത്, ഈ ഇങ്ങനെ പോകുമ്പം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പം സൂപ്പുള്ള കടയിലാണെങ്കിൽ ഇത് മാത്രമേ കുടിക്കത്തുള്ളൂ. ഇത് പറഞ്ഞാൽ
ഒരു ബൗള് അവൾ സ്വന്തമായിട്ട് നമ്മൾ കൊടുക്കണം. അവൾ വായി വെച്ച് കൊടുക്കും, അവൾ കഴിച്ചോളും. നല്ല ഫുഡായിരുന്നു, അടിപൊളി സൂപ്പും എന്താ പറയുന്നത് ലോലിപോപ്പും ഒക്കെ അടിപൊളിയായിരുന്നേ. അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് മട്ടൺ റിബ്സ് നമ്മൾ ഓർഡർ ചെയ്തേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അടിപൊളി ഫുഡായിരുന്നു മട്ടൺ റിബ്സ്. 2 പ്രാവശ്യം നമ്മൾ ആദ്യം ഞാൻ മട്ടൺ ആയതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തു. ഇതായിരുന്നു ഐറ്റം. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറ കരി. അങ്ങനെ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനായിട്ട് പോവാം. ഞാനും വരും. അതെ, ഹലോ ഗായ്സ്, നമ്മളിനി നേരെ എങ്ങോട്ടാ? വീട്ടിലോട്ട്. ഷായുടെ അടുത്ത്. ഓക്കെ, ടാറ്റാ പറ. ബൈ, സീ യു. നാളെ കാണാം. ഓക്കെ, കൈ കാണിര്. ഓ